വെൽക്കം തഹ്മനാണ്. നർവസ് സിസ്റ്റം വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഇത് 6ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രൊപ്പഗേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ്. സോ വാക്കുകൾ പ്രൊപ്പഗേഷൻ ആൻഡ് കണ്ടക്ഷൻ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് റിഫ്രാക്ടറി പീരീഡ്, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാം. അപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായി, ഇനി ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു നെർവിലൂടെ കടന്നു പോകണം. സോ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസിനെ പറ്റിയാണ് നമുക്ക് ഇനി പറയാം. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് ന്യൂറോണിന്റെ ആക്സോൺ ഹില്ലോക്കിലാണ്. ഇതാണ് ആക്സോൺ ഹില്ലോക്ക്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡെൻഡ്രൈറ്റ്സുകളിലേക്ക് ആക്സോൺസ് വന്ന് കിട്ടുന്നു. സോ ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ആകുന്നു. ഒരു -55 മില്ലി വോൾട്ട്, അതായത് ത്രഷോൾഡ് പൊട്ടൻഷ്യൽ. അതെത്തുമ്പോഴാണ് ഇവിടെ ധാരാളമായിട്ട് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ഉണ്ട്. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ NAV 1.6 ടൈപ്പ് ആണ് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ. NAV 1.6 ആവശ്യമുള്ളവർക്ക് എടുക്കാം. അതെല്ലാം കൂടി അങ്ങ് തുറക്കുമ്പോഴത്തേക്കും ആ ത്രഷോൾഡ് പൊട്ടൻഷ്യൽ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ആൻ ഇമ്പൾസ്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഇമ്പൾസ് ജനറേഷൻ ഉണ്ടാവും. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇനിയപ്പോൾ സഞ്ചരിക്കേണ്ടത് ഈ ആക്സോണിലൂടെ ഇങ്ങനെ അങ്ങ് പോകണം അല്ലെ. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായ അതേ ന്യൂറോണിലൂടെ, സ്വന്തം ആക്സോണിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഓർ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് എന്ന് നമ്മൾ പറയും. സോ എങ്ങോട്ടാണ് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് ടു ദിസ് എൻഡ് ആക്സോൺ ടെർമിനലിലേക്കാണ്. ആക്സോണിന്റെ അറ്റത്തെ ദിസ് ടെർമിനൽ ബട്ടൺസ് ഇവിടം വരെ എത്തണം. സോ അപ്പൊ നമുക്കിതിനെ കണ്ടക്ടിവിറ്റി ഓർ കണ്ടക്ഷൻ ഓർ പ്രൊപ്പഗേഷൻ ഓർ ട്രാവലിംഗ് ഓഫ് ഇമ്പൾസ് അലോങ് ദ ആക്സോൺ ഓഫ് എ ന്യൂറോൺ, അതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയാം. സോ കണ്ടക്ടിവിറ്റി ഓർ പ്രൊപ്പഗേഷൻ ഓഫ് ഇമ്പൾസ് ഈസ് അലോങ് ദ ആക്സോൺ ഓഫ് എ ന്യൂറോൺ. ഇനി നമുക്ക് ഈ കണ്ടക്ഷൻ ഓർ പ്രൊപ്പഗേഷന്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തേത് തുടങ്ങിയെടുത്തുനിന്ന് അവസാനിക്കുന്ന സ്ഥലം വരെ ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇന്റൻസിറ്റി വിൽ ബി ദി സെയിം. അത് കൂടുന്നില്ല, കുറയുന്നില്ല, എത്ര നീളമുള്ള ആക്സോൺ ആയാലും. സോ ഇന്റൻസിറ്റി, സോ ഫസ്റ്റ് അബൌട്ട് ഇന്റൻസിറ്റി ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് സെയിം അലോങ് ഡ്യൂറിംഗ് ദ കണ്ടക്ഷൻ. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ദീസ് ആർ സെൽഫ് റീഇൻഫോഴ്സിംഗ് ആണ്. സെൽഫ് റീഇൻഫോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സിഗ്നൽ തന്നെയാണ് റീജനറേറ്റ് ചെയ്ത് പോകുന്നത്. ആൻഡ് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ പാസീവ് പ്രോസസ്. ഇതൊരു പാസീവായിട്ട് നടക്കുന്ന സംഭവമല്ല. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായാൽ, ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആക്റ്റീവായിട്ടാണ്. സോ ദിസ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ആണ്. സോ APR ആക്റ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് അലോങ് എ ന്യൂറോൺ. ആൻഡ് നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ ആർ പ്രൊപ്പഗേറ്റഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും പൊക്കൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ ആർ യൂണി ഡയറക്ഷണൽ. ന്യൂറോണിന്റെ സെൽ ബോഡിയിൽ നിന്ന് തുടങ്ങി ആക്സോൺ ടെർമിനൽ ഇവിടം വരെ വന്ന് അവസാനിക്കുന്നു. ആൻഡ് ഇതപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വന്ന വഴിയിലുള്ള ഇവിടെ ഇത് ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോഴത്തേക്കും ഇവിടെയുള്ള സോഡിയം ചാനലൊക്കെ ഇനാക്ടിവേറ്റഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ദിസ് ഈസ് യൂണി ഡയറക്ഷണൽ. സോ ഇതാണ് 4 പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പ്രൊപ്പഗേഷൻ ഓഫ് ഇമ്പൾസ്. ഇനി നമുക്ക് ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ വേഗത ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് ഒന്ന് നോക്കാം. ഒന്ന്, ദ ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഈസ് വൺ ആക്സോൺ മൈലിനേറ്റഡ് ആണോ നോൺ മൈലിനേറ്റഡ് ആണോ എന്നുള്ളതാണ്. ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു മൈലിനേറ്റഡ് ആക്സോൺ ആണ്. ഇതാണ് മൈലിനേറ്റഡ്. സോ മൈലിനേറ്റഡ് ആക്സോൺ മോർ ഫാസ്റ്റർ ദാൻ അൺമൈലിനേറ്റഡ്. സോ അൺമൈലിനേറ്റഡ്, നോൺ മൈലിനേറ്റഡ് സ്ലോ ആണ്, മൈലിനേറ്റഡ് ഫാസ്റ്റർ ആണ്. ആൻഡ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ തിക്നെസ് ഓഫ് ദ നെർവ് ആണ്. നെർവ് തിക്നെസ് ആണ് രണ്ടാമത്തെ. ആൻഡ് ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ട്. ആക്സോണിന്റെ വണ്ണം വെച്ചിട്ട് നമ്മൾ എർലാംഗർ ആൻഡ് ഗ്യാസർ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സോ അപ്പൊ നമ്മൾ പറഞ്ഞത് ഏറ്റവും വണ്ണം കൂടിയത് A ആൽഫ എന്ന് പറയുന്ന ഫൈബർ ആണ്. ദെൻ A ആൽഫ കഴിഞ്ഞാൽ A ബീറ്റ ഉണ്ട്, ദെൻ A ഗാമ ഉണ്ട്, ദെൻ A ഡെൽറ്റ ഉണ്ട്. അതിനുശേഷം പിന്നെ B ഫൈബർ വരും, പിന്നെയാണ് ഏറ്റവും ചെറിയ ഫൈബർ C ഫൈബർ. സോ വണ്ണം കൂടുതലുള്ള A ആൽഫ ഫൈബർ, ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 70-120 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആൻഡ് ഏറ്റവും ചെറുതിൽ ലെസ് ദാൻ 2 മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിന് ബിറ്റ്വീൻ ആയിരിക്കും. സോ മോർ തിക്നെസ്, വണ്ണം കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷന്റെ വേഗത കൂടുന്നു എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പൊ നമുക്കിനി കണ്ടക്ഷൻ പ്രോസസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു നോൺ മൈലിനേഷൻ ഇല്ലാത്ത ഒരു ന്യൂറോണിൽ എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുക. സോ ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്നാണ് നമ്മൾ അതിന് പറയാം. കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ഒന്ന് ഡീപോളറൈസേഷൻ ആൻഡ് ദെൻ റീപോളറൈസേഷൻ. സോ ഡീപോളറൈസേഷൻ നടക്കും, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ റീപോളറൈസേഷൻ
റീപോളറൈസേഷൻ നടക്കും. എവിടെയാണ് നടക്കുക? അലോങ് ദ അഡ്ജസൻറ്റ് സെഗ്മെന്റ്, അലോങ് ദ അഡ്ജസൻറ്റ്, അടുത്തടുത്തുള്ള ഭാഗങ്ങളിൽ സെഗ്മെന്റിൽ നടക്കും ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ആക്സോൺ. സോ ന്യൂറോണിന്റെ ആക്സോൺ ഇതാണെങ്കിൽ, ഇത് സെൽ ബോഡി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകണം. ഓക്കെ, അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് കണ്ടക്ഷൻ എന്ന് പറയുക. ന്യൂറോണിന്റെ ആക്സോണിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഇമ്പൾസ് കടന്നു പോകണം. സോ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുക ഷോർട്ട് ഡിസ്റ്റൻസ് വേണ്ടിയിട്ട് മാത്രം. ഷോർട്ട് ഡിസ്റ്റൻസ്, അധികം ദൂരം പോകാനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് എ ഫ്യൂ മില്ലി സെക്കൻഡ്, സമയം കുറച്ച് പിടിക്കും. ഒക്ടോപ്പസിലൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ആൻഡ് ഈ പടം, ദിസ് പിക്ചർ ഇസ് കണ്ടിന്യൂസ് കണ്ടക്ഷൻ പ്രോസസ്സിന്റെ പടമാണ് ഈ വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ന്യൂറോണിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ തുടങ്ങുകയാണെന്ന് വെക്കുക. ഇത് ആക്സോൺ ആണ് ആൻഡ് ഇത് അതിന്റെ ആക്സോ മെംബ്രെയിൻ ആണ്. ആൻഡ് ഇവിടെ തുടങ്ങുന്നു. സോ ആദ്യം സൈറ്റ് എ, സപ്പോസ് ദിസ് ഈസ് ദ സൈറ്റ് എ. സൈറ്റ് എയിൽ തുടങ്ങുന്നു. സോ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇനി അത് മാറുന്നു. ഇവിടെ താഴത്തേക്ക് പോസിറ്റീവ് ആകുന്നു, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആകുന്നു. അപ്പോൾ സൈറ്റ് എ കഴിഞ്ഞു. ഇനി അടുത്തത് സൈറ്റ് ബിയിലാണ്. സൈറ്റ് ബിയിൽ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, അപ്പോൾ ഇവിടെ വീണ്ടും പോസിറ്റീവ് ആകുന്നു, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആകുന്നു. അപ്പോഴത്തേക്കും ഇവിടെ തിരിച്ചു വരും. അപ്പോൾ ഇത് സൈറ്റ് ബി ആണ്. ദെൻ അടുത്തത് സൈറ്റ് സി. സൈറ്റ് സിയിൽ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് പോസിറ്റീവ് ഇവിടെ ആകുന്നു. ദെൻ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആകും. അപ്പോഴത്തേക്കും ഇവിടെ വീണ്ടും പോസിറ്റീവ് തിരിച്ചു വന്നിട്ടുണ്ടാകും. സോ ദിസ് പ്രോസസ് സൈറ്റ് എ, സൈറ്റ് ബി, സൈറ്റ് സി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ഡീപോളറൈസേഷൻ ഇവിടെ ആദ്യം നടക്കും, ദെൻ റീപോളറൈസേഷൻ നടക്കും. ഡീപോളറൈസേഷൻ നടക്കും, റീപോളറൈസേഷൻ, ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ. സോ ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ഭാഗത്തു നിന്നും ആറ്റം വരെ, നെർവിന്റെ ആറ്റംസോ ഇവിടം വരെ ഇങ്ങനെ നടക്കുന്നു. സോ സമയമെടുക്കും. ഇനി നമ്മൾ മൈലിനേറ്റഡ് ആക്സോണിലാണെങ്കിലോ, ഇൻ മൈലിനേറ്റഡ് ആക്സോണിനകത്ത് ഇതല്ല പ്രോസസ്, ഇത് നേരത്തെ പറഞ്ഞതല്ല പ്രോസസ്. മൈലിനേഷൻ എന്ന് വെച്ചാൽ എന്തോ? മൈലിനേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ പെരിഫറൽ നർവസ് സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ ഷ്വാൻ സെൽസ് ആണ് മൈലിനേഷൻ കൊടുക്കുക. ആൻഡ് സെൻട്രൽ നർവസ് സിസ്റ്റത്തിലാണെങ്കിൽ CNS-ൽ ഏതായിരുന്നു? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. സോ എന്തായാലും മൈലിനേഷൻ ഉണ്ട്. മൈലിനേഷൻ ഉള്ളിടത്ത് ഇമ്പൾസ് പ്രൊപ്പഗേഷൻ ഈസ് ഫാസ്റ്റർ ആണ്, ഭയങ്കര സ്പീഡിലാണ് നടക്കുക. സോ ഇവിടെ ആക്സോണിന്റെ ചുറ്റും മൈലിനേറ്റഡ് ഉള്ള ഒരു ന്യൂറോൺ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഭാഗത്തെ, എല്ലാ ഭാഗത്തും മൈലിനേഷൻ ഇല്ല, ചില ഭാഗത്ത് മൈലിനേഷൻ ഇല്ല. ഈ ഭാഗത്തെ നമ്മൾ നോട്ട്സ് ഓഫ് റെൻവീർ എന്നാണ് പറയുക. നോട്ട്സ് ഓഫ് റെൻവീർ. ആൻഡ് നോട്ട്സ് ഓഫ് റെൻവീറിൽ ഇവിടെയാണ് എന്ത് നടക്കുക? ഡീപോളറൈസേഷനും റീപോളറൈസേഷൻ. സോ ഡീപോളറൈസേഷൻ ഇവിടെ നടക്കും, ദെൻ റീപോളറൈസേഷൻ ഇവിടെ നടക്കും. അല്ലെങ്കിൽ ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കും, ഇവിടെ നടക്കും, ഇവിടെ നടക്കും. ഇവിടെ നടന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് കണ്ടീഷൻ പോലെ ഇവിടെ നടക്കുന്നില്ല, ദെൻ പിന്നെ ഇവിടെ നടക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വലുതാക്കി വരച്ചിട്ടുണ്ട്. ഇത് നോട്ട്സ് ഓഫ് റെൻവീർ ആണ്. ആൻഡ് ഇവിടെ ധാരാളമായിട്ട് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ഉണ്ട്. അതും NaV 1.6 ടൈപ്പ് ആണ്. സോ ഇവിടെ ഈ ഇമ്പൾസ് ഒരു നോട്ട്സ് ഓഫ് റെൻവീറിൽ നിന്ന് അടുത്ത നോട്ട്സിലേക്ക് ഇങ്ങനെ ചാടിയാണ് പോകുക. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇങ്ങനെ ചാടി പോകുന്നതിനെ സോ ഇൻ മൈലിനേറ്റഡ് ആക്സോൺ ദിസ് ടൈപ്പ് ഓഫ് കണ്ടക്ഷൻ ഈസ് കോൾഡ് ആസ് സാൾട്ടേറ്ററി കണ്ടക്ഷൻ എന്നാണ് പറയുന്നത്. സാൾട്ടേറ്ററി, തവളച്ചാട്ടം പോലെ. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ അപ്പിയേഴ്സ് ടു ജംപ് ഫ്രം വൺ നോഡ് ടു അതർ. സോ ദിസ് ഈസ് ഫാസ്റ്റർ. സോ ഇത് നോൺ മൈലിനേറ്റഡ് അപേക്ഷിച്ച് ഫാസ്റ്റ് ആണ്. നോൺ മൈലിനേറ്റഡിൽ നമ്മൾ പറഞ്ഞു ഇതില്ല, ഇങ്ങനെ അങ്ങ് പോകണം. ഇത് അങ്ങനെയല്ല. സോ ദിസ് ഈസ് ഫാസ്റ്റർ. സോ ദിസ് ഹാപ്പൻസ് ഇൻ മൈലിനേറ്റഡ് ആക്സോൺ. സോ മൈലിനേറ്റഡ് ആക്സോണിലും നോൺ മൈലിനേറ്റഡ് ആക്സോണിലും കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് ഓർ പ്രൊപ്പഗേഷൻ ഓഫ് ഇമ്പൾസ് ഡിഫറെന്റ് രീതിയിലാണ്. ഇൻ നോൺ മൈലിനേറ്റഡ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് സ്ലോവർ ആണ്, ബട്ട് ഇൻ മൈലിനേറ്റഡ് ഇറ്റ് ഈസ് ഫാസ്റ്റർ ആണ്. നോൺ മൈലിനേറ്റഡിൽ കണ്ടിന്യൂസ് കണ്ടക്ഷൻ ആണ്, മൈലിനേറ്റഡിൽ നമ്മൾ പറഞ്ഞു സാൽറ്റേറ്ററി കണ്ടക്ഷൻ ആണ്. നമുക്ക് ഈ മൈലിനേഷനെ എഫക്ട് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങൾ കൂടി ഒന്ന് പറഞ്ഞേക്കാം. രണ്ട് മോട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ്. CNS ന്യൂറോൺ ആണെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന രോഗം. ആൻഡ് ഇൻ പെരിഫറൽ നർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഗില്ലൻ-ബാരി സിൻഡ്രോം എന്ന് പറയും. സോ ഇപ്പോ ഇതിങ്ങനെ പോയി ഇവിടെ എത്തി. ആക്ഷൻ പൊട്ടൻഷ്യൽ ഇപ്പൊ എവിടെയാണ്? ആക്സോണൽ ടെർമിനലിലാണ്. സോ ആക്സോണൽ ടെർമിനലിൽ ഇങ്ങനെ എത്തുന്ന ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇമ്പൾസസ് കോസസ് റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ഇവിടെ നിന്ന് certain neurotransmitters will be released to the synapse. സിനാപ്സിലേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ആദ്യം സിനാപ്സിനെ കുറിച്ച് പറയാം, ദെൻ അതിനുശേഷം നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതെല്ലാമാണ് എന്ന് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.